ഉണ്ടാക്കാൻ പോണ വേനു വണ്ടി വണ്ടി ബാക്കി എന്താ വിഴുങ്ങിയോ? അപ്പം നമ്മുടെ വണ്ടീൻ്റെ പുറകിലാണ് കുത്തണ സ്ഥലം. നമ്മൾ ഇവിടുന്ന് വയറ് ഇങ്ങനെ കുത്തി ചാർജർ അപ്പം ഇവിടെ കുത്തും. ചാർജർ വേണ്ടപ്പാ. ഞാനിത് അപ്ലോഡ് ചെയ്യാൻ എടുത്തത്. How possible that? Why not? This background I think is not working. No problem, yeah. കുറച്ചുകൂടി വലിക്കൂ, കുറച്ചുകൂടി ഇങ്ങോട്ട് തള്ളു. നമ്മ ഇത് സ്വിച്ച് ഇങ്ങനെയാണ്, എന്നിട്ട് ഇതുമ്പോൾ നിൽക്കാം. അപ്പോൾ പച്ചാത്തു, അപ്പം നമുക്ക് ചാർജ് കയറും അല്ലേ? ചാർജ് കയറുമ്പോൾ ഞാൻ പിടിച്ചോളാം. ചാർജ് കയറുമ്പോൾ ഈടുന്നൊരു സൗണ്ട് വേണ്ട. അതാണ് സൗണ്ട്. നീ എന്തെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇതാ ലൈറ്റും ടൈമെല്ലാം ഫീസാവാണ്ട് നോക്കാം. ഇപ്പൊ നമ്മള് പല്ല് തേച്ചിട്ടില്ല മേനു. രാവിലെ തന്നെ ക്യാമറ നോക്കിട്ട് വരുന്നില്ല. മേനു പല്ലേക്കലില്ല. ഞാനിപ്പോ എണീച്ച് വണ്ടി ചാലിത്താൻ പോയല്ലേ. അല്ലെങ്കിൽ നോർമലി മേനു അറിയും. ഞാൻ പറയലുണ്ട് പല്ലേക്കാണ്ട് വെള്ളം കുടിച്ചാല് നല്ലതാണെന്ന് ശരീരത്തിന്. അതും പറഞ്ഞ് പല്ലേക്കാണ്ട് ചായയും എല്ലാം തിന്നും. ഞാനപ്പോൾ ഇവിടെ അതെ അപ്പം കറി ഉണ്ടാക്കുകയാണ് ഗൈസ്. ഡേ ഇൻ മൈ ലൈഫ് കുറേ പേര് ചെയ്യാൻ പറയും, പക്ഷെ നമുക്ക് ഇവിടെ അതിനുള്ള വലിയ ഒരു ഗെറ്റപ്പ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അടി ഇത് കുടിക്കണ വെള്ളം ഇത് തുറക്കും. മേലിന് നല്ലോണം വേവണം. എനിക്കത് പയർ ഇഷ്ടവും വേണം. അപ്പം ഇവിടെ ആവുന്നുണ്ട്. അപ്പൊ ഗൈസ് സമയം 10 മണിയായി. 10 മണിക്കാണ് നീ എണിച്ചിട്ട് ഇതെല്ലാം ആക്കുന്നത്. അതിനെന്താ അതായിരിക്കൂല്ലേ രാവിലെ 8 മണിക്ക് 7 മണിക്ക് എണീക്കേണ്ട ആള് 10 മണിക്ക് എണിച്ചിട്ട് കൂട്ടും. സാധാരണ മേനു ഇതൊന്നും തിന്നാറില്ല. മേനു തിന്നത് ഒന്നെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പഴവും മുട്ടയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലാക്കി കൊടുക്കും ഞാൻ. അതുകൊണ്ടാണ്. വാ ബാത്റൂമിലേക്ക് എടുത്തോ. ഇനി നമ്മൾ മേനു ബാത്റൂമിൽ കയറുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അത് മാത്രം ആക്കണ്ട. അപ്പൊ മേനു പല്ലുകൾ തേക്കുകയാണ്. അതിനിപ്പോ പറയും ഞാൻ ക്യാമറ ഓൺ ആക്കിയോണ്ട് പല്ലേക്കുന്നത്. നീ എങ്ങനെ പറയും? ഞാൻ അത് വിചാരിച്ചില്ല. ഇനി പറയും ഗൈസ് കണ്ടോ പല്ല് തേക്കുന്നത് ക്യാമറ ഓൺ ആക്കിയോണ്ട്. എന്നാ ഡെയിലി ക്യാമറ ഓൺ ആക്കി വെച്ചോ, ഞാൻ ഡെയിലി വലിയ കാണിച്ചുതരാം. എന്റെ മുടി കൊളാക്കിട്ട് സുന്ദരനായിട്ട് എങ്ങനെ ഭ്രാന്തനെ പോലെ കാണിക്കുന്നു. അല്ല നല്ല തന്നെ. ഇതേ ബ്രഷ് വായന കുറ്റണം. ആ അത് മുഖത്തത്തെ തുള്ളിയായിരുന്നു. ഇല്ല കയ്യുമത്തതേ, കയ്യുമെന്ന് രോമത്തിന് വെള്ളം വെച്ചണം. പിന്നെ ഞാൻ വാഷ് ബേസിൻ്റെ അടുത്ത് പല്ലേക്ക് ഐ മിസ്അണ്ടർസ്റ്റാൻഡ് യു. ഭാഗ്യം കിട്ടിയില്ല. ഡേ മൈ ലൈഫ് ചേർന്നല്ലേ.
അപ്പൊ കറിയായി മേനു തിന്നായിരുന്നോ? കൊറേ പേരുടെ അടുത്ത് വെച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യുമെന്ന്. ഞാൻ തന്നെയാണ് ഇവിടെ ഫുള്ള് കുക്കിംഗ് ഒക്കെ ആക്കുന്നത്. എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം. വീഡിയോ എടുക്കുമ്പോ പറയും അടുക്കളയിൽ പോയി പണിയെടുക്കാൻ. ഞാന് ഷെഫ്, ഞാൻ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഇരുന്ന് യൂട്യൂബിൽ കഴിയല്ല. എന്റെ പണി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എല്ലാരെ പോലെ ഒരു ഇപ്പൊ ഞാൻ ക്യാമറ തൂക്കി പിടിച്ചാണെങ്കിൽ പോലും ഞാൻ എന്റെ പണികൾ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ദോശ ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ദോശ മറ്റേതോ കറി ഓൾറെഡി ആയിരുന്നു. ഈ എന്താ പറയാ എല്ലാ ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ പോലെ സഫോ എന്താ പറയാ വീട്ടുപണികളും നോക്കാണ്ട് ഇങ്ങനെ വീഡിയോയിൽ മുന്നിൽ വന്ന് ചിലക്കണതാണെന്ന് പറയരുത്. കുഞ്ഞു സമയം കിട്ടുമ്പോഴാണ് ഇതിന്റെ ഒക്കെ മുന്നിൽ വരുന്നതും ഈ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നതും. എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ തന്നെ എല്ലാ പണികളും അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടാണ് മൂപ്പരാള് ഇറങ്ങിത്തിരുന്നത്. അപ്പൊ എന്താ പറയാ നിങ്ങൾ പണിയെടുക്കാത്ത കൊറേ പെണ്ണുങ്ങൾ പോലെ എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ അല്ല. എല്ലാരും പണിയെടുത്ത് ഇത് വന്ന് കമന്റ് ഇടണില്ലേ പണിയെടുത്തിട്ട് വന്ന്. ചിലപ്പോ പണിയെടുക്കാത്തവരായിരിക്കും വന്ന് കമന്റ് ഇടുന്നത്. പണിയെടുക്കണ ഇത്തമാരൊക്കെ ഒന്നും ഉണ്ടാണ്ടി. ആരെങ്കിലും ഇന്നവരെ കക്കൂസിൽ പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവര് കക്കൂസ് പോകുന്നില്ല എന്നാണോ? ഇത് ഇതിന്റെ പിള്ളേക്ക് നോക്കാണോ മേനു? ആണല്ലേ? അത് കണ്ട മനസ്സിലാവും. ആയില്ല പോയിരുന്നോ ചെല്. ഇത് മാറ്റിട്ടുണ്ട് ചായ ഒക്കെ. നിനക്കത് ആയിട്ടുണ്ടാവില്ല. വേവട്ടെ ഇപ്പറ സൈഡില് മേനു വെന്തില്ലാന്ന് പറഞ്ഞു ഇതാക്കും. അവിടെ വെക്ക്. വെന്തിട്ടുണ്ടാവില്ല. അപ്പൊ ഗൈസ് ഒരു ബബ്ബായി പറഞ്ഞ് പിന്നെ വീഡിയോ ഇട്ടു. അതെ അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരും മറക്കണ്ട. എന്ത് മറക്കണ്ടെന്ന് എല്ലാവരും ഉദാഹരണം വന്നു. അപ്പൊ ഇനി ഫുഡെല്ലാം കഴിച്ച് കാണാം. കാണാല്ല. ബൈ.